മസ്ജിദുൻ നബവി എങ്ങനെയാ മസ്ജിദുൻ നബവിയായത്? ആ നിസ്കരിക്കാൻ പറ്റുന്ന വിധത്തില്, സഹാബികൾക്കകത്തിരിക്കാൻ പറ്റുന്ന വിധത്തില് എങ്ങനെയാണ് മസ്ജിദുൻ നബവി അല്ലാഹുവിന്റെ റസൂല് ഒരുക്കിയതെന്നറിയോ? സഹാബികൾ മുഴുവന് കഷ്ടപ്പാടിലാണ്, നല്ല ഭക്ഷണം ലഭിക്കുന്നില്ല, ത്യാഗം ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവി നിർമ്മിക്കാൻ വേണ്ടി കല്ലെടുക്കുകയാണ്, കല്ലുപറക്കുകയാണ്, വലിയ വലിയ കരിങ്കൽ പാറക്കല്ലുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു തോർത്തെടുത്തിട്ട് ഒരു തട്ടമെടുത്ത് തോളത്ത് വെച്ചിട്ട് ആ കല്ലെടുത്ത് ശരീരത്തിൽ വെച്ച് ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബവി നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, സ്ഥാപനങ്ങളെയും പള്ളി നിർമ്മാണത്തെയും അറബി കോളേജുകളെയും കുറ്റപ്പെടുത്തുന്നവരെ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടാ നിങ്ങൾ പറയുന്നതെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കല്ല് ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ നിർമ്മാണം നടത്തുമ്പോ സഹാബികൾക്ക് ആവേശം വരാൻ വേണ്ടിയിട്ട് ഒരുമിച്ചവർ പാടുകയാ, അല്ലാഹുമ്മ ഇന്നൽ അജ്റ അജ്റൽ ആഖിറ ഫർഹമിൽ അൻസാറ വൽ മുഹാജിറ. പടച്ചവനെ, പ്രതിഫലം മുഴുവനും ദുനിയാവിലല്ല തമ്പുരാനെ, പരലോകത്താണ്, ആഖിറത്തിലാണ്. അവിടെയാണ് പ്രതിഫലവും സമ്മാനവും. ഈ കഷ്ടപ്പാടിന് പകരം കിട്ടുന്നതെവിടെയാ? ഈ വീർപ്പൊഴുക്കുന്നതിന് പകരം കിട്ടുന്നതെവിടെയാ? ഈ ത്യാഗത്തിന് പകരം കിട്ടുന്നതെവിടെയാ? അതുകൊണ്ട് ഫർഹമിൽ അൻസാർ വൽ മുഹാജിറ. മക്കത്തിൽ നിന്ന് എന്റെ കൂടെ മദീനത്തേക്ക് വന്ന മുഹാജിറുകൾക്ക്, ഇവിടെ വന്ന ഞങ്ങൾ സ്നേഹിച്ച സഹായിച്ച മുത്തം തന്ന സാന്ത്വനം തന്ന അൻസാറുകൾക്ക് നീ റഹ്മത്ത് ചൊരിയണമല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് തട്ടം മടക്കി തോളത്ത് വെച്ച് കരിങ്കല്ല് റസൂലുള്ളാഹുടെ വലത്തേ ചുമൽ വെച്ചുകൊണ്ട് നടന്നു പോകുന്ന കണ്ടപ്പോ വയറൊട്ടിപ്പോര പാവപ്പെട്ടവര്, വയറൊട്ടിപ്പോര പാവപ്പെട്ട മുഹാജിരീങ്ങളായ സാധുക്കള് എല്ലാം നഷ്ടപ്പെട്ടല്ലോ, ഇനി ഭക്ഷണം പോലും കഴിക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മദീനയുടെ പൊരിവെയിലത്ത് തളർന്നിരുന്നു പോയ പാവപ്പെട്ട മുഹാജിറുകളുണ്ടല്ലോ, അവരിലൊരാൾ പറയുകയാണ്, എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ സമാധാനത്തോടെ ഇരിക്കുക? ഇനി എങ്ങനെ നമുക്കിവിടെ ഇരിക്കാൻ കഴിയും? അല്ലാഹുവിന്റെ റസൂല് കല്ല് ചുമക്കുന്ന കണ്ടോ? അല്ലാഹുവിന്റെ റസൂല് കല്ല് ചുമക്കുന്ന കണ്ടോ? അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റുക? പട്ടിണിപ്പാവങ്ങളാറെ മുഹാജിറുകൾ. ഇന്ന് നിങ്ങൾ പോയി ഫോട്ടോ എടുക്കുന്ന മസ്ജിദുൻ നബിയുടെ ചുവര് കെട്ടാൻ, ഇന്ന് ഇത്രയും ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളിയുടെ ആദ്യത്തെ കല്ല് വെച്ചിട്ട് വരിയുണ്ടാക്കാൻ ആ മണ്ണ് നമ്മളോട് പറയുന്ന ഒരു കഥ കേൾക്കാതെ മദീനത്ത് പോയി നിൽക്കല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ. മദീനയിലേക്ക് നടന്നു പോകുമ്പോ, മസ്ജിദുൻ നബവിയിലേക്ക് നടന്നു പോകുമ്പോ അതിന്റെ ചുവരുകൾ നമ്മളോട് പറയും, പട്ടിണി കിടന്ന പാവപ്പെട്ടവരെ കഴിക്കാനൊന്നുമില്ലാതിരുന്നിട്ട് ഇനി തൊഴിലെടുക്കാൻ ജോലിക്ക് വയ്യെന്ന് പറഞ്ഞ് തളർന്നിരുന്നപ്പോഴാണ് ലോകാനുഗ്രഹി മുത്ത് റസൂല് തലയിൽ തോളത്ത് വെച്ചുകൊണ്ടൊരു കല്ല് കൊണ്ടുപോകുന്ന കണ്ടപ്പോ ആ പട്ടിണി പാവങ്ങൾ എഴുന്നേറ്റിട്ട് പറയുകയാണ്, എങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻകഅദിന വന്നബിയു യഅമലു ദാക ഇദൽ ആമലുൽ മുളല്ലലു. നബിതങ്ങൾ ഇങ്ങനെ വിശന്നിരുന്നിട്ട് കല്ല് ചുമക്കുമ്പോ എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് അവരുകൂടി ഓരോ കല്ല് തോളത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ടവരിങ്ങനെ പോകുമ്പോ മഹാനാര അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ ഷഹീദായി പോയ മഹാനാര അമ്മാർ റളിയല്ലാഹു അൻഹു. അമ്മാർ യഹ്മിലു ലബരത്തൈ, അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്ലുകൊണ്ട് വെച്ചിട്ട് തിരിച്ചു വന്നപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു എന്ന പട്ടിണി കിടന്ന് പരിവട്ടം നഷ്ടപ്പെട്ടു പോയ, വെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അമ്മാർ റളിയല്ലാഹു അൻഹു രണ്ട് കല്ല് ചുമന്നു കൊണ്ടുപോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ, അമ്മാറേ, എല്ലാവരും ഒരു കല്ലല്ലേ ചുമന്നുകൊണ്ട് മസ്ജിദുൻ നബവി നിർമ്മാണത്തിന് വരുന്നത്, എന്തിനാണ് അമ്മാറേ നീ രണ്ട് കല്ല് ചുമന്നുകൊണ്ട് വരുന്നത്? ആ സമയത്ത് മഹാനാര അമ്മാർ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഒരു കല്ലുകൂടി ഞാൻ എടുത്തതാ നബിയേ. എല്ലാവരും അവരവർക്ക് അവകാശപ്പെട്ട ഒരു കല്ലെടുക്കുമ്പോ എന്റെ റസൂലിന് കല്ല് ചുമക്കണ്ട, അങ്ങ് കല്ല് ചുമക്കാനുള്ള ആളല്ല നബിയേ, അങ്ങാരാണ് റസൂലേ? അങ്ങാരാണ്? പള്ളി വെക്കാൻ കല്ല് ചുമക്കാനുള്ള ആളാണോ? അല്ലാഹുവിന്റെ റസൂല് കല്ല് ചുമക്കണ്ട,
ആ കല്ലുകൂടി ഈ അമ്മാറിന്റെ തോളത്തിരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മാർ റളിയല്ലാഹു അൻഹു 2 കല്ല് ചുമക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബികളൊക്കെ നോക്കുകയാണ്. ഒരു കല്ല് തന്നെ ചുമക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് 2 കല്ല് ചുമന്ന് കൊണ്ടുപോകുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് തട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ഫമസഹ ലഹ്റഹു മുതുകിലിങ്ങനെ കൈകൊണ്ട് തടകിയിട്ട് പറയുന്ന യബ്ന സുമയ്യ, അല്ലയോ സുമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമോനെ. ഉമ്മാടെ പേര് വിളിച്ചതെന്തിനെന്നറിയോ? നൂറുകണക്കിന് മക്കളുടെ ഉമ്മമാരിവിടെയുണ്ടല്ലോ, ആയിരക്കണക്കിന് മക്കളെ പ്രസവിച്ച ഉമ്മമാരിവിടെയുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് 2 കല്ല് കൊണ്ടുപോകുന്ന അമ്മാറിനെ കണ്ടപ്പോ യബ്ന സുമയ്യ, സുമയ്യാടെ പൊന്നുമോനെ എന്ന് വിളിച്ചതെന്തിനെന്നറിയോ? ഭാഗ്യമുള്ള ഉമ്മയുടെ പേരാണത്. ഈ പൊന്നുമോനെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മ, ഈ പൊന്നുമോനെ പ്രസവിക്കാൻ ഭാഗ്യം കിട്ടിയ ഉമ്മ. അതാണ് ആ വാക്കിന്റെ സൂചന. യബ്ന സുമയ്യ, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ. ലിന്നാസി അജ്റുൻ, എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഓരോ പ്രതിഫലം തരുന്നതാണ്. എല്ലാ മനുഷ്യർക്കും അല്ലാഹു ഒരു പ്രതിഫലമാ കൊടുക്കുക. ഒരു കല്ല് ചുമന്നുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോ അവർക്ക് ഒരു പ്രതിഫലമാണ് അല്ലാഹു കൊടുക്കുക. ലിന്നാസി അജ്റുൻ വലക അജ്റാ, ജനങ്ങൾക്കെല്ലാം ഒരു പ്രതിഫലമാണ്, നിനക്ക് മാത്രം 2 കൂലിയാണ്, നിനക്ക് മാത്രം 2 പ്രതിഫലമാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ആരംഭ റസൂല് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത, അമ്മാറേ, ഈ മസ്ജിദ് നബവിക്ക് വേണ്ടിയിട്ട് പതിവിന് വിപരീതമായി സാധാരണക്കാർക്കെതിരായിട്ട് ഇത്രയും വലിയ ഭാരം ചുമക്കുന്ന അമ്മാറേ, നീ സ്വർഗത്തിന്റെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു നിന്നെ മാറ്റുന്നതാണ്. അമ്മാർ റളിയല്ലാഹു അൻഹുവിന് കട്ടപ്പാടിന് പകരം അല്ലാഹു കൊടുത്ത മഹാഭാഗ്യമാ. അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ആ ത്യാഗത്തിന് പകരം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മഹാസൗഭാഗ്യമാണ്. ആ ഒരു ബിൽഡിംഗിന്റെ, ആ ഒരു പള്ളി നിർമ്മാണത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടി മഹാനായ അമ്മാർ റളിയല്ലാഹു അൻഹു ഇറങ്ങി സഹിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ട് അമ്മാർ റളിയല്ലാഹു അൻഹുവിന് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിൽ സുബ്ഹാനല്ലാഹ്, മസ്ജിദ് നബവി നമ്മളോട് പറഞ്ഞു തരുന്ന കണ്ണീരിന്റെ കരയതാ. എന്ന് പ്രിയപ്പെട്ടവരെ, അവിടേക്കാ മനോഹരമായ മദീനത്തേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹാജിറുകൾക്കും അൻസാറുകൾക്കും കൊടുത്ത സ്ഥാനം എത്ര